ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ബർത്ത്ഡേ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മോളുടെ 11ാമത്തെ ബർത്ത്ഡേ ആണേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷം നടത്തുന്നത് വലിയ രീതിയിലൊന്നുമില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ബീച്ച് സൈഡ് വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, ഒരു സ്റ്റാൻഡ്, കുറച്ച് ബലൂണൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മളൊരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചേഴ്സും എത്തുമല്ലോ. പിന്നെ നാട്ടിൽ പോയവർ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ കേക്ക് കേട്ടോ. മോളുടെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത കേക്കാണ്. ഭയങ്കര ടേസ്റ്റുള്ള കേക്കായിരുന്നേ. പിന്നെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം വീഡിയോ ഇടേണ്ട കാര്യം കൊണ്ട്, കറക്റ്റ് അല്ലേ പറഞ്ഞേ? വീഡിയോ ഇടണമല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ കുറേ പോസ്റ്റുകളും കാര്യങ്ങളും ക്യൂട്ട്നെസ് വാരി വിതറിയ കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഈ കൂട്ടത്തിലും. അങ്ങനെ സന്തുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷൗണും പിന്നെ മല്ലുവും എല്ലാവരും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ അവരെല്ലാവരുമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ടീച്ചേഴ്സായ ഷക്കീർ സാറ്, ഹരീഷ്, ഗാബി, പിന്നെ ഇവിടുത്തെ നേഴ്സാണ് ജിഷ. ഇടയ്ക്ക് ലൈറ്റ് കാണിച്ചോ എങ്ങനെങ്കിലും കാണിച്ചോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ആ പോപ്പർ പൊട്ടിച്ചില്ലെന്നുള്ള കാര്യം. അത് പിന്നെ സ്വാഭാവികമാണല്ലോ, അത് പൊട്ടത്തുമില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ എല്ലാവരും മാറി ട്രൈ ചെയ്തേ ഇതെങ്ങനെ പൊട്ടിക്കും എന്നുള്ള രീതി. പൈസ പോയത് മെച്ചമായി. ലാസ്റ്റ് സാന്തു പറഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അവളും നോക്കി, പക്ഷേ അത് രക്ഷയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മുകളിലത്തെ ആ സാധനം പൊടിച്ചിട്ടേ അത് ജസ്റ്റ് ഒന്ന് വിതറിയാൽ മതി, ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണല്ലോ ഇത് പൊട്ടുന്നത്. പൊട്ടിയതേയില്ല. പിന്നെ ഹരീഷ് സാർ എന്തോ എടുത്തു, അതിൻ്റെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എറിഞ്ഞു. പക്ഷേ നമ്മൾ എറിഞ്ഞപ്പോൾ കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് ഓപ്പോസിറ്റ് വേയിലാണ് അതെല്ലാം കൂടെ പറന്നുപോയത്. അപ്പോൾ അതും ഒരു പരാജയമായിപ്പോയി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എന്തോ എടുത്ത് ഇതെല്ലാം കൂടി ബാക്ക് സൈഡിലോട്ട് പോയി. ബാക്ക് സൈഡിൽ പോയിട്ട് നിന്ന് അവിടെ നിന്ന് കുടഞ്ഞിട്ടൊക്കെയാണ് എടുത്തത്. അതിനകത്ത് കാണാവേ, അവനെ കാണാം. ഞാൻ ക്യാമറ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ വെച്ചോളാം ഇങ്ങനെ. ഓക്കെ റെഡി. സാന്ത് എക്സ്പ്രഷൻ ഇട്ടോ, പൊക്കത്ത് ഇട്ടോടാ. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് കേക്ക് കട്ട് ചെയ്ത് എല്ലാം കൊടുക്കുന്ന ഭാഗമാണേ. അവിടെ നിന്ന് എല്ലാവർക്കും കേക്ക് കൊടുക്കുക എടുക്കുക എല്ലാം ചെയ്ത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പാർട്ടിക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. എല്ലാവരുമായിട്ട് ഒത്തുകൂടി സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എല്ലാവരും ഉള്ളത് തന്നെ വലിയ കാര്യം നമുക്കിവിടെ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി. ഗിഫ്റ്റൊക്കെ ഞാൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത ഒരു ഷോർട്ടായിട്ട് വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി യൂട്യൂബ് വീഡിയോസിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ബലൂണൊക്കെ പറപ്പിച്ച് പല പരാജയങ്ങളും പറ്റിയിട്ടുണ്ട്. പക്ഷെ തളർന്നില്ല. വീണ്ടും ഞങ്ങളത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. അങ്ങനെ ഞങ്ങൾ ഒരു റീല് കണ്ടു ഇൻസ്റ്റയിൽ. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ വൻ പരാജയമായിപ്പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടി കുറച്ച് ഷോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാട്ടിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ടുള്ള പല പോസ്റ്റുകളും കാര്യങ്ങളും കേക്ക് തിന്നുന്നത്, കേക്ക് എറിയുന്നത്, കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അങ്ങനെ പല പോസ്റ്റുകളും ഞങ്ങൾ എടുത്തു. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണേ യൂട്യൂബിൽ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ പിന്നെ ഫോട്ടോസ്, മാൽദീവ്സിൽ വന്ന ഫോട്ടോസ് ഇല്ലാതെ എന്താഘോഷം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫോട്ടോ, ഞാനും സന്തുവും ഹരിസാറും ഗാബി മിസ്സും ജിഷ സിസ്റ്ററും ഷക്കീബ് സാറും എല്ലാവരും കൂടെ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഒരുപാട് കിട്ടി. പിന്നെ ഇത് മഞ്ജുനാഥും വൈഫാണ്. അവിടെ ബീച്ച് സൈഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് വന്നു വീട്ടിലോട്ട്. അങ്ങനെ പിന്നെ വൈകിട്ടത്തേക്ക് പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ജസ്റ്റ് കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളത്, ബാക്കി എല്ലാവരും വിളിച്ചിട്ടുള്ളത് വൈകിട്ടത്തെ പാർട്ടിക്കായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി. എനിക്ക് അഹപ്പാടെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നാണ് ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യട്ടെ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇവിടുത്തെ ഫുഡാണ്. റോഷി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതാണ്, ചപ്പാത്തി പോലെ. അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തിൽ നമ്മൾ റോഷിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ കറിയായിട്ട്. അങ്ങനെ ഞാനും സാന്തും കൂടി രാത്രി ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പം കാണുമ്പോഴേക്കും ബൈ.